തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് ആണ്. അല്പസമയത്തിനകം, ഇനി 1 മണിക്കൂർ കൂടിയേ ഉള്ളൂ. ബാക്കി മോക്ക് പോളിംഗ് എല്ലായിടങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകൾ ഇന്ന് വിധി എഴുതുകയാണ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. പോളിംഗ് കേന്ദ്രങ്ങളിൽ മോക്ക് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി ടീം റിപ്പോർട്ടർ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരുകയാണ്. അരുണിലേക്ക് പോവുകയാണ്. അരുൺ, കാസർഗോഡ് അൻവാറുൽ ഉലൂം AUP സ്കൂളിൽ നിന്നാണ് ചേരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ മോക്ക് പോളിംഗ് പുരോഗമിക്കുകയാണല്ലേ? നിലവിൽ ഇവിടെ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടില്ല. അതിന്റെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് നഗരസഭയിലെ 35-ാം വാർഡിലാണ് ഞാൻ. അവിടുത്തെ ബൂത്തിലാണ് ഉള്ളത്. നെല്ലിക്കുന്നാണ്. അൻവാറുൽ ഉലൂം AUP സ്കൂളിലെ സജ്ജീകരിച്ചിട്ടുള്ള ബൂത്തിലാണ്. ഇവിടെ അല്പസമയത്തിനകം ഈ മോക്ക് പോളിംഗ് നടപടികൾ ആരംഭിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബൂത്ത് ഏജന്റുമാർ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. ഈ മറ്റ് സജ്ജീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ മറ്റ് കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഈ മോക്ക് പോളിംഗ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ജില്ലയിലാകെ 2853 പേരാണ് ജനവിധി തേടുന്നത്. 11 ലക്ഷത്തിലേറെ വോട്ടർമാർ ഇന്ന് ബൂത്തുകളിലേക്ക് എത്തും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും അത്തരം സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ ഞാൻ നിൽക്കുന്ന ബൂത്തിൽ അല്പസമയത്തിനകം തന്നെ ഈ മോക്ക് പോളിംഗ് ആരംഭിക്കും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് പ്രിസൈഡിംഗ് ഓഫീസറോടുകൂടി ചോദിക്കാം. എല്ലാം റെഡിയാണോ? എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഏകദേശം. മോക്ക് പോളിംഗ് ഇവരുടെ ബൂത്ത് ഏജന്റുമാരെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി പറ്റും. കാര്യങ്ങളെല്ലാം ഓക്കെയാണ്? കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് പറയുന്നത്. മറ്റ് സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് കാണാം ഇവിടെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ മറ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെയാണ് വോട്ട് ചെയ്യാനുള്ള ദൃശ്യങ്ങൾ കാണാം. അവിടെയാണ് അത് ഒരുക്കിയിട്ടുള്ളത്. ഇനി മോക്ക് പോളിംഗ് ആണ്. മോക്ക് പോളിംഗിൽ ഇവിടെ ഈ ബൂത്ത് ഏജന്റുമാർ എത്താത്തത് കൊണ്ടാണ് ഇത് വൈകുന്നത്. മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല. അവരെത്തിക്കഴിഞ്ഞാൽ അത് മോക്ക് പോളിംഗ് നടപടികൾ പൂർത്തീകരിച്ച് കൃത്യം 7 മണിക്ക് തന്നെ ഈ വോട്ടെടുപ്പ് ഇവിടെ ഈ ബൂത്തിൽ ആരംഭിക്കുകയും ചെയ്യും. പൊതുവേ കാസർഗോഡ് നഗരപ്രദേശത്തിൽ രാവിലെ തന്നെ 7 മണിക്ക് തന്നെ വോട്ടർമാർ വലിയ ക്യൂ ഉണ്ടാവാറുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ ബൂത്തുകളിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഒരു 11 മണിയോടെ തന്നെ നല്ല പോളിംഗ് രേഖപ്പെടുത്താറുണ്ട് കാസർഗോഡ് നഗരപ്രദേശങ്ങളിൽ. അല്പം മലയോര മേഖലയിലേക്കൊക്കെ പോയാൽ രാവിലെ തന്നെ വലിയ ക്യൂ ഉണ്ടാവാറുണ്ട്. 11 മണിയോടെയാണ് കൂടുതൽ വോട്ടർമാർ എത്താറുള്ളത് എന്നാണ് ഇവിടുന്ന് പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ആ രീതിയിൽ തന്നെ രാവിലെ 7 മണിയോടെ തന്നെ വലിയ ക്യൂ ഇവിടെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുക. ഇപ്പോൾ എന്തായാലും വോട്ടർമാർ ഇവിടെ എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ മോക്ക് പോളിംഗ് കഴിഞ്ഞൊരു 6:30യോടെയൊക്കെ ക്യൂവിൽ വോട്ടർമാർ എത്തും എന്നതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും കാസർഗോഡ് തയ്യാറായിട്ടുണ്ട്. വലിയ വാശിയേറിയ പോരാട്ടമാണ്, വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് കാസർഗോഡും ഉണ്ടായത്. മുൻകാലത്തു നിന്ന് വിപരീതമായി അത്തരത്തിൽ കാസർഗോഡ് നഗരപ്രദേശത്തിൽ ഉൾപ്പെടെ നഗരസഭയിൽ ഉൾപ്പെടെ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. നിലവിൽ UDF ഭരിക്കുന്ന നഗരസഭയാണ്. അവിടെ മുസ്ലിം ലീഗിന് വിമത ഭീഷണിയുണ്ട്. 5 വാർഡുകളിൽ വിമത ഭീഷണിയുണ്ട്. അങ്ങനെ നഗരസഭയുടെ ഭരണം തന്നെ അത്തരത്തിൽ നിർണ്ണയിക്കാൻ വിമതന്മാരുടെ സാന്നിധ്യം അത് നിർണ്ണയിക്കുമോ എന്ന തരത്തിൽ ഉൾപ്പെടെ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട്. മറ്റിടങ്ങളിലും കാഞ്ഞങ്ങാട്, നീലേശ്വരം നഗരസഭകൾ LDFന്റെ ശക്തി കേന്ദ്രങ്ങളാണെന്ന് പറയുമ്പോൾ പോലും ഈ തവണ അതിശക്തമായ പോരാട്ടത്തിൻ്റെ ഒരു ചൂട് നമുക്ക് അവിടെയെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അതായത് ഈ പ്രചാരണ ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശക്തമായ പോരാട്ടം. അതോടൊപ്പം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയോടെയാണ്, കോൺഗ്രസ് സ്വതന്ത്രൻ്റെ പിന്തുണയോടെയാണ് LDF ജില്ലാ പഞ്ചായത്ത് ഭരിച്ചത്. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണാം. ഈ മോക്ക് പോളിംഗ് നടപടികൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. 3 മുന്നണികളുടെയും ഭാഗമായിട്ടുള്ള ബൂത്ത് ഏജന്റുമാർ ഇവിടെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അല്പം വൈകിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇതാ മോക്ക് പോളിംഗ് നടപടികൾ ഞാനിപ്പോൾ നിൽക്കുന്ന കാസർഗോഡ് നഗരസഭയിലെ 35-ാം വാർഡ് നെല്ലിക്കുന്ന് ബൂത്തിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പ് പ്രിസൈഡിംഗ് ഓഫീസർ ഈ മോക്ക് പോളിംഗുമായി ബന്ധപ്പെട്ട അതിൻ്റെ നടപടിക്രമങ്ങൾ ബൂത്ത് ഏജന്റുമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം കൃത്യമായി അതിൽ അവിടെ പോൾ ചെയ്ത് അത് കൃത്യം ചിഹ്നത്തിലാണോ അത് വെരിഫൈ
ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ്. കാസർഗോഡ് AUP സ്കൂൾ, നെല്ലിക്കുന്ന് AUP സ്കൂളിൽ നിന്നാണ് അരുൺ പൂപ്പറമ്പ ചേർന്നത്. അവിടെ ഇപ്പോൾ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്.